അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ. സോ സ്റ്റാർട്ടിങ് ഉള്ളത് ഒരു ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്ക്, ഷെവി, പണ്ടേത്തെ ഷെവി. ഇതും ഷെവറല്ലേ, പണ്ടത്തെ ട്രക്കാണ്, സിൽവറാഡോ. ഇത് GMCയുടെ, പക്ഷേ എൻജിൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, LS. ഇത് GMC ട്രക്ക്, GMC. കുറച്ച് ഫുഡ് ട്രക്സ് ഉണ്ട്, നമ്മളുടെ ജിമ്മി, ലാൻഡ് ക്രൂസർ, ടയോട്ട ടണ്ട്രയുടെ സിംഗിൾ ക്യാബ്. പിന്നെ ഇതൊരു ഷെവി തന്നെ, ലോ റേറ്റുള്ളത്, വിത്ത് V10 എഞ്ചിനാണ് കേട്ടോ. അതിൽ കസ്റ്റം V10 എഞ്ചിന് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഫോർഡിൻ്റെ F100 പണ്ടത്തെ മോഡൽ, 2 എണ്ണം ഉണ്ട്. ഇന്ത്യയുടെ ബെഡ്ക്ക്, രണ്ട് ഫോർഡ്. ഓക്കെ, ദെൻ വേറെ GMC. ഇത് നമ്മളുടെ ലാൻഡ് ക്രൂസർ. ഇത് നമ്മളുടെ ഇസൂസുയുടെ വണ്ടിയാണ്. ഇത് ഇവിടെയും കുറച്ച് റെയറാണ്, നാട്ടിലിത് ഒന്നെങ്ങാനുണ്ട്. ടയോട്ട ലാൻഡ് ക്രൂസർ തന്നെ, GMC ട്രക്ക്. പിന്നെ LCയുടെ 70 സീരീസ്. ഇത് ഓഫ് റോഡ് എഡിഷൻ. പിന്നെ ഒരു മസ്താങ്ക് ഇവിടെ സൈഡിൽ കിടന്നിട്ടുണ്ട്. അംബാസഡർ, ഞാൻ ഇടയ്ക്ക് വരാം. വൈസ് നമ്മുടെ നിസാൻ പെട്രോളിൻ്റെ സൂപ്പർ ചാർജഡ് ആയിട്ടുള്ള V8 എഞ്ചിൻ. സ്കോട്ട് പെർഫോമൻസ് അവരെ ബിൽഡ് ചെയ്ത് മേ ബി 1000 ഹോഴ്സ് പവർ. പിന്നെ Y60 ക്യാപ്സ്യൂൾ. ഇത് പുതിയ മോഡൽ സിയറ. ടയോട്ടയുടെ GT86. ഇത് നമ്മളുടെ ഫ്രണ്ടിൻ്റെ വണ്ടി. പിന്നെ ലാൻസർ എവല്യൂഷൻ. ഈ വണ്ടി ഞാൻ ലാസ്റ്റ് പറഞ്ഞ സമയത്ത് ഇത് ലാൻസർ എവല്യൂഷനാണ്. അപ്പോൾ നാട്ടിലുള്ള ലാൻസർ അല്ല, അതിൻ്റെ എവല്യൂഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കൂലല്ലോ. അപ്പോൾ തന്നെ എന്താ പറയുക, ഇറങ്ങിക്കോളും. നിസാൻ 300 ZX. നമ്മുടെ നാട്ടിലെ അംബാസഡർ ചെറുത്തെ. അംബാസഡർ ഇറങ്ങി ഇവിടെ ഉണ്ട് ഇട പിടിയെന്ന് പറഞ്ഞ പോലെ. ലിങ്കൻ ആണ്, ഷെവി, ബെൻസ്. ഇത് 280Z, 300, 370. പിന്നെ നമ്മളുടെ കോർവെറ്റിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട് അവിടെ. ഏതോ സ്പെഷ്യൽ എഡിഷനാണ് തോന്നുന്നത്, കപ്പ് എഡിഷനൊന്നുമല്ല.
ടർബോ ചാർജർ സി, പിന്നെ നമ്മുടെ 260 സി ആണ്. യെസ്, 260 സി. 300 ZX ആണ് കേട്ടോ. 350 സി. ايوه يصور ويعمل خاطر لكن يوم يبين جلده كله يلا كل يوم خلاص في واحد معروض جديد بتنازل شيء مش لك هيدا فيديو ما يبغى ലോട്ടസിൻ്റെ എന്താ എക്സൈറ്റ് അതെന്താണ് ഇത് മോഡലിൻ്റെ പേര്? ഹാർലി ഡേവിഡ്സന്റെ ബൈക്സ് ഉണ്ട്. പിന്നെ ഒരു BMW പ്ലസ് 1000R. لا ممكن هناك بقول لك نضيف بس ممكن هني خذي هناك كاميرا اولي 186. സിവിക്ക, ഇതൊരു സിവിക്ക. ഇത് സിവിക് ഹാഷ് ബാക്ക്, ഇത് സിവിക് 2 ഡോർ വേർഷൻ. പക്ഷെ അതിൽ അവർ ഹെവിലി മോഡിഫൈഡ് ചെയ്തിട്ട് ഈ രീതിയിലെടുത്ത വേറൊരു ഹോണ്ട സിവിക് ഇവിടെയുണ്ട്. ഇത് അൽറ്റീസ. ഇത് ഏതാ എഞ്ചിൻ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലെ സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ സ്വിഫ്റ്റ് സ്പോർട്സ് വേർഷൻ. ഇനി പോകുന്ന സെക്ഷൻ മൊത്തം GTR, Toyota Supra, S15, Silvia, ക്ലാസിക് ബെൻസ്. ഇത് മസ്താങ് ആണ് കേട്ടോ, ഫോർഡിൻ്റെ മസ്താങ്. കൊറവറ്റ്. ഞാൻ വേറൊരു സാധനം കാണിച്ചുതരാം. ലിങ്കൻ. ഇതെങ്ങനെയുണ്ട്? ഓണറാണ് 66 ഡബിൾ. ഇത്ര ഉള്ളത് ഒരു 1 മീറ്റർ അങ്ങനെയാണെന്നുള്ളതെന്ന് തോന്നുന്നു ടോട്ടത്തിൻ്റെ ഹൈറ്റ്. ഇത് ടയോട്ടയുടെ ലക്ഷറി ബ്രാൻഡ് എന്ത് ക്രൗൺ അങ്ങനെ എന്തോ പേരെനിക്ക് മറന്നുപോയി. അവരുടെ വണ്ടിയാണ്. S15 ലാൻസർ റെവല്യൂഷൻ. Supra GTR Mark 4 GTR. ഈ വണ്ടി വിസ്പെക്കാണ്, ഈ വണ്ടി വിസ്പെക്കാണ്. ഇത് R32. ഇതൊക്കെ നമ്മളെല്ലാ ഇവന്റിൽ പോകുമ്പോൾ കാണുന്ന സെയിം വണ്ടി തന്നെ. ഫുൾ ഡാർക്ക് എഡിഷൻ ആയിട്ടുള്ള ഒരു BMW. ഒക്കെ ഇൻറ്റീരിയേഴ്സ്. ഒരു BM ഉണ്ട്, തൊട്ടപ്പുറം ഒരു മെർസിഡീസും കൂടിയുണ്ട്.
വിത്ത് കാർബൺ ഫൈബർ ഹുഡ്. ഇത് ലൈനക്സ് ഫിനിഷിങ് പോലെയല്ല, പക്ഷെ ലൈനക്സ് അല്ല. Corvette GR1 and SRT Daytona edition ആണ്. അതായത് ഇതിൽ പവർ ബമ്പ് ചെയ്തിട്ടുണ്ട്. 804 bhp ആണ് എന്താണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ ഡീമൺ ചലഞ്ചർ ഡീമൺ ചാർജർ Daytona edition. ആ പോലീസിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഫൈൻ അടിക്കലല്ല, ഹാപ്പിനെസ് പെട്രോളാണ്. അതായത് റോഡ് അവയർനെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും നമ്മൾ റോഡ് നിയമങ്ങൾ പാലിച്ചിട്ട് വണ്ടി ഓടിക്കാനും ഇതൊക്കെ പറഞ്ഞു തരാനുള്ള അബുദാബി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ. ഇത് കോർവറ്റാണ് കേട്ടോ, പുതിയ വിത്ത് മിഡ്-എഞ്ചിൻ. വണ്ടിയെ കണ്ട് തെറ്റിദ്ധരിക്കണ്ട, ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള പെർഫോമൻസ് ഈ വണ്ടിക്ക് കൂടി ഉണ്ടാവും. ഇവിടെ മോസ്റ്റ്ലി പല ആൾക്കാരുടെയും ദുരവസ്ഥയാണ്. അതായത് ഈ പോർഷും ഇങ്ങനെയൊക്കെ നയമ്പൺ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ റേസ് ചെയ്യേണ്ട ഒന്നെങ്കിൽ GMC ട്രക്ക് അല്ലെങ്കിൽ നിസാൻ പെട്രോൾ. ഈ വണ്ടിയൊക്കെ ആയിട്ടാണ് ഇവിടെ റേസിങ് ഉണ്ടാവില്ല ചില സ്ഥലത്ത്.